ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലെയറിനെ എങ്ങനെയാണ് ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാമെന്ന് ഉള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ്. ഞാൻ ആളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും. അപ്പോൾ ആൾ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗോളൊക്കെ കിട്ടാം. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് സെറ്റപ്പ് എന്നൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അല്ലെങ്കിൽ ഗെയിം തന്നെ കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എൻ്റെ സ്കോഡ്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ജോയ്സ്റ്റിക്ക് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഡിസബിളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ മെയിനായിട്ട് ട്രെയിനിങ് സെക്ഷനിൽ പോയിട്ട് അത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നണേ അത് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. ജോയ്സ്റ്റിക്ക് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് സെലക്ട് ചെയ്യണം. മറ്റുള്ളവർ നോക്കി കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഏത് വെച്ച് കളിക്കുമ്പോഴാണ് കൺട്രോൾ, അത് വെച്ച് കളിക്കണം. അപ്പോൾ അവരുടെ ടച്ചാണ്. നോക്കാം. ബോളിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ബോൾ കിട്ടിയപ്പോൾ കണ്ടോ, ആ പ്ലെയറിനെ നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്തണം. അപ്പോൾ ആ പ്ലെയർ അങ്ങോട്ട് തിരിയാന്ന് എനിക്കറിയാം. അപ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് യൂട്ടേൺ എടുത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഗെയിമിലാവുമ്പോൾ എല്ലാവരും ഗെയിമാണല്ലോ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് നോക്കിയേക്കണേ. അപ്പോൾ ഗെയിമിൽ ചെയ്താലേ നിങ്ങൾക്കത് എങ്ങനെയാണ് അതിൽ പെർഫോം ചെയ്യാമെന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സാധാ ട്രെയിനിങ് സെക്ഷനിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ സിമ്പിളായിരിക്കും. ഗെയിമിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കും നമുക്ക് അതിൻ്റെ ടഫ്നെസ്സൊക്കെ മനസ്സിലാവുള്ളൂ. അത് ഈ റേസിൽ നോക്കിയപ്പോൾ ചൗമിനി അവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ടോ, നമ്മളെപ്പോഴും നമ്മുടെ ബോൾ നമ്മൾ കവർ ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇത് ചൗമിനി അത്യാവശ്യം ഫിസിക്കുള്ള നല്ല കാർഡ് തന്നെയാണത്. അപ്പോൾ ആൾക്കറിയാം എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണ കാരണം ബോൾ കിട്ടില്ല എന്തേ കക്കേ. കണ്ടോ, എപ്പോഴും നമ്മൾ ബോൾ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രഷർ കൊടുത്തിട്ട് ബോൾ എടുക്കരുത്. അതായത് നമ്മൾ റണ്ണ് കൊടുക്കില്ല. ഇപ്പോൾ ഈ റണ്ണിങ്ങിൽ വെച്ച് ഞാൻ തിരിയാൻ നോക്കി കഴിഞ്ഞാൽ എൻ്റെ നിന്ന് ബോൾ മിസ്സാവും. ഇതിപ്പോൾ ഇങ്ങനെ ഓടിപ്പോയിട്ടാണ് ഞാനിങ്ങനെ പ്രഷർ കൊടുത്തിട്ടാണ് തിരിയാൻ നോക്കണം നോക്കിയാൽ. കണ്ട, അപ്പോൾ പ്ലെയറിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ബോൾ. കണ്ട, പക്ഷെ ആ സമയത്ത് കണ്ട ഇങ്ങനെ ആക്കുമ്പോൾ പ്ലെയർ ആ ബോൾ പോയി. പ്രഷർ കൊടുത്തത് കണ്ട, ആ പ്രഷർ കൊടുത്ത കാരണമാണ് അവിടെ ബോൾ മിസ്സാവണത്. നമ്മൾ ഒരിക്കലും ടേൺ ചെയ്യുമ്പോൾ പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ വെറുതെ ലെഫ്റ്റ് സൈഡിലെ ജോയ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്യുക. അതാണ് വേണ്ടത്. കണ്ട, ലെഫ്റ്റ് സൈഡിലെ ജോയ്സ്റ്റിക്ക് മാത്രം നിങ്ങൾ അത് പ്ലെയർ ഓപ്പണൻ്റ് ടീമിൻ്റെ പ്ലെയർ അടുത്തുള്ളപ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാത്തപ്പോൾ നിങ്ങൾ പ്രഷർ കൊടുത്ത് ഓടിപ്പോയിക്കോ, സീനില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓടിപ്പോവാം. എന്നിട്ട് പ്ലെയർ എടുത്ത് വരുമ്പോൾ മാത്രം ലെഫ്റ്റ് സൈഡിലെ ജോയ്സ്റ്റിക്ക് മാത്രം കൺട്രോൾ ചെയ്യാം. പിന്നെ പരമാവധി നിങ്ങൾ ഒരിക്കലും രണ്ട് പ്ലെയർ ഒരുമിച്ചുള്ള സ്ഥലത്തേക്ക് ബോൾ കൊണ്ട് ഓടി കയറാണ്ടിരിക്കാൻ നോക്കാം. പിന്നെ നമ്മൾ പ്ലെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ പ്ലെയറിനെ ചുറ്റും ഒരു റൗണ്ട് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. കണ്ടപ്പോൾ ആ പ്ലെയറിന് ചുറ്റും ഒരു റൗണ്ട് സർക്കിൾ ഉണ്ട്. അതിപ്പോൾ വൈറ്റാണ്. ഇപ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് ബ്ലൂ ഒന്നും പറയാൻ പറ്റില്ല, ഒരു കളറാവും അത്. ആ വൈറ്റ് കളറിൽ വെച്ചിട്ട് വേണം നമ്മുടെ അടുത്ത് പ്ലെയർ നമ്മളെ പ്രസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ വൈറ്റ് കളറിലാണ് നമ്മൾ. അതാണ് ജോയ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കളർ കത്തുള്ളൂ.
റൈറ്റ് സൈഡിലും കൂടി നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചേക്കാണെങ്കിൽ അത് ബ്ലൂ കളറാവും. അപ്പോൾ പ്ലെയറിന് കൺട്രോള് കുറച്ച് കുറവായിരിക്കും. കണ്ടേ, അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞ് നിൽക്കാൻ ടൈം കിട്ടിയില്ല. മെസ്സി ഉണ്ട്, ബോൾ പോയി, കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പോകുന്നതാണ്. നിങ്ങൾ ഗെയിമിൽ അത് നിങ്ങൾ ബെറ്റർ ആക്കണം. ആ വൈറ്റ് കളറിൻ്റെ ഉള്ളിലേക്ക് പ്ലെയർ കയറണമായിട്ട് മുന്നിൽ പാസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗോൾ അടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ. ആ വൈറ്റ് സർക്കിൾ ഉണ്ടല്ലോ, അതിന് ഉള്ളിലേക്ക് പ്ലെയറിനെ നമ്മൾ കടത്തരുത്. കടത്താണെങ്കിൽ തന്നെ അപ്പം തന്നെ നമ്മൾ ടേൺ ചെയ്തിട്ട് ബാക്ക് ഭാഗമായിരിക്കണം നമുക്ക് അവർക്ക് വെച്ച് കൊടുക്കേണ്ടത്. അതൊന്നും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. കണ്ടോ, അപ്പം ഇങ്ങനെയാണ്. കണ്ടോ, റോഡ്രി വന്നു. അപ്പോൾ ആൾക്കറിയാം ഞാൻ ബോള് കവർ ചെയ്ത് നിർത്തിയേക്കാണ്. റോഡ്രിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ ആയിരുന്നു ആ ബോൾ അങ്ങനെ മിസ്സായത്. നമ്മുടെ റോഡ്രി ഉണ്ട്, കാണിച്ചു തരാം. കണ്ട, അത്ര നേരം നമുക്ക് ആ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്താൻ പറ്റുന്നത്. അപ്പോൾ അവർ 2 അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഞാൻ ഈ പറഞ്ഞ ടാക്ടിക്സ് വെച്ചൊന്ന് കളിച്ച് നോക്കാം. ഞാൻ ചെയ്യുന്നത് തെറ്റൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പം എൻ്റെ സ്റ്റാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഏറ്റവും കൂടുതൽ ബോൾ കൺട്രോൾ ചെയ്ത് വെച്ച കാരണമാണ് ഈ 69 പൊസിഷനൊക്കെ വന്നേക്കണം. കാരണം എൻ്റെ കയ്യിലാണ് കൂടുതൽ ടൈമും ബോൾ. പക്ഷെ ഇങ്ങനെ ഫുള്ള് ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് ഇരിക്കുന്ന അത്ര നല്ലതൊന്നല്ല. നമുക്ക് ഗോൾ കിട്ടാനും ചാൻസ് ഉണ്ട്. അതിൽ അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. നമുക്ക് ആ പ്ലെയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ബാലൻസാണ്. ബാലൻസ് അത്യാവശ്യം ഫിസിക്കുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ ഒരിക്കലും ജസ്റ്റ് വേറെ ഇത് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലില്ലാത്തൊരു ടിപ്പാണ്. നിങ്ങൾക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്നാലും പറയാം. ഒരിക്കലും നമ്മൾ ബോള് ആരുടെ കയ്യിലാണോ ഇപ്പോൾ അവരുടെ ഓപ്പണൻ്റെ കയ്യിലെ ബോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോളുള്ള പ്ലെയറിനെ നമ്മൾ ഓപ്പണായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കവറിങ് ആണ് ചെയ്യണത്. ജസ്റ്റ് കവർ. അത് പെങ്കടാണോ നെക്സ്റ്റ് പാസ് എവിടേക്കാ കൊടുക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്ലോക്ക് ദ നെക്സ്റ്റ് പാസ്. നമുക്കിപ്പോൾ കളിച്ച് കുറേ ഗോൾ കിട്ടുന്നുണ്ട്.
ഞാനിപ്പോൾ ഇത് ട്രെയിനിങ് സെക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗോൾ അടിക്കുന്ന കുറേ വീഡിയോ കാണാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ആളോട് പറഞ്ഞിട്ടൊന്നും മര്യാദയ്ക്ക് ഈ വീഡിയോയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അത് ആൾ വിചാരിച്ച് ഞാൻ അവിടെ സ്കില്ല് എടുക്കും, പക്ഷെ സ്കില്ലിട്ടില്ല. അത് വേറെ ട്രിക്കാണ്. ട്രിക്കൊന്നുമില്ല, ജസ്റ്റ് ഫേക്ക്. നമ്മുടെ എന്താ പറയുക, കുറേയൊക്കെ നമ്മുടെ മൈൻഡ് ഗെയിമാണ്. നമ്മുടെ മൈൻഡിൽ അവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് അവരൊരു ഊഹം വെച്ചിട്ടുണ്ടാവും. ആ ഊഹം നമ്മൾ പൊളിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതേ കണ്ട, ഞാൻ അവിടെ കയറി പോകണില്ല. നെക്സ്റ്റ് പാസ് എങ്ങനെയാണോ അതാണ് ഞാൻ ബ്ലോക്ക് ചെയ്യണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ഞാൻ എന്താ പറയുക ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞതിൽ എന്തിട്ടെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ബെറ്റർ ആക്കാം. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഇട്ടുണ്ടെന്ന് തോന്നുന്നു കളി കഴിയുന്നു. Coming on to replace him is number 9, Maradona. Offside. കളിയൊക്കെ ഷോക്കായിരിക്കും. കളി നിങ്ങൾ നോക്കണ്ട, ആ ടിപ്പ് മാത്രം എടുത്താൽ മതി. കളി നമുക്ക് മര്യാദയ്ക്ക് കളിക്കുമ്പോൾ സെറ്റായി കളിക്കാമല്ലോ. പിന്നെ മാക്സിമം നിങ്ങൾ സെൻട്രൽ ഫോർവേഡിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഫിസിക്കും ബാലൻസുള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ഡിഫൻസ് ഫുള്ള് മിക്ക ആൾക്കാരിലും സീനാണ്. പണ്ടെന്നൊക്കെ ത്രൂ ബോൾ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറിപ്പോയിരുന്നു. അപ്പം അങ്ങനെയൊന്നും പോയില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേറെ ഡിഫെൻഡിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഒന്ന് കയറി കണ്ടു നോക്കുക. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുള്ളാവുമെന്ന് തോന്നി. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്തിനെ കുറിച്ച് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ടേൺ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ്സ്റ്റിക്ക് മാത്രം വെച്ചിട്ടാണ് ടേൺ ചെയ്തത്. റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്ത് ടേൺ ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. നമ്മുടെ പ്ലെയർ നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിലായിരിക്കും ടേൺ ചെയ്യുക. നമുക്കറിയില്ല, അത് ഒരു പാസും പെർഫെക്റ്റ് ആയിരിക്കില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും.
ഞാനിപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പാസ് എങ്ങനെയാണ് പോണേ അത് നമ്മൾ ഒരു ഊഹം വെച്ച് ബ്ലോക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രസ് ചെയ്യേ വേറെ എന്തിട്ടെങ്കിലും ഇതാണിക്കുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് പാസ് ബ്ലോക്ക് ചെയ്യുക. അതും നമ്മൾ വിചാരിക്കും തന്നെ ബ്ലോക്ക് ചെയ്തതാണ്. അത് ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തതാണ്. നമുക്കറിയാം അവർ എങ്ങടാണ് പ്ലെയറിനെ തിരിച്ചടിക്കാനുള്ളൊരു ഊഹം. കയറേണ്ടതായിരുന്നു, കയറിയില്ല. പക്ഷെ ഏകദേശം ഗെയിം കഴിയാറായി. ഫൈനലി നമ്മൾ ഡ്രോ മാച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സ്ട്രാ ടൈം എന്തായാലും ആളിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ പറയാൻ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ. ഇതാണ് സ്റ്റാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിൻ്റെ ഒരു പ്ലെയറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിങ് സെക്ഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.